അമേരിക്കയും ഇറാനും തമ്മിലുള്ള 3 മാസത്തിലേറെ നീണ്ടുനിന്ന യുദ്ധത്തിനും സംഘർഷങ്ങൾക്കും അവസാനം കുറിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു സമാധാന കരാറിൽ ധാരണയായി. ജൂൺ 19 സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് സമാധാന കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കും. ലെബനോൺ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക നീക്കങ്ങൾ ഉടനടി സ്ഥിരമായി അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചു. ഇറാന് മേലെയുള്ള നാവിക ഉപരോധം അമേരിക്ക ഉടനടി പിൻവലിക്കും. ലോകത്തെ പ്രധാന എണ്ണക്കടത്ത് പാതയായ ഹോർമുസ് കടലിടുക്ക് ഗതാഗതത്തിനായി തുറന്നു കൊടുക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിടുകയും ചെയ്തു. കരാറിന്റെ ഭാഗമായി ഇറാന്റെ മരവിപ്പിച്ച $12 ബില്യൺ അമേരിക്ക വിട്ടുനൽകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ 60 ദിവസത്തെ ചർച്ചാ കാലയളവിൽ ഈ തുക 24 ബില്യനായി ഉയർന്നേക്കാമെന്നും സൂചനയുണ്ട്. കരാർ ഒപ്പുവെച്ച ശേഷം തുറന്നുള്ള 60 ദിവസങ്ങളിൽ അവസാനവട്ട ചർച്ചകൾ നടക്കും. ഇറാന്റെ ആണവ പദ്ധതികൾ, ഉപരോധങ്ങൾ നീക്കൽ എന്നിവ ഈ സമയത്ത് ചർച്ചാ വിഷയമാകും. സമാധാന കരാർ ഒപ്പുവെക്കുമെന്ന പ്രഖ്യാപനത്തെ ലോകരാഷ്ട്രങ്ങൾ സ്വാഗതം ചെയ്തു. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഇതിനെ നിർണായകമായ ചുവടുവെപ്പ് എന്നാണ് വിശേഷിപ്പിച്ചത്. അതിന് പിന്നാലെ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി എന്നീ രാജ്യങ്ങൾ ഇറാനുമേലുള്ള ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിക്കാനും മേഖലയിൽ സമാധാനം തിരികെ വരാനും വഴിയൊരുങ്ങുകയാണ്. സമാധാന കരാർ വാർത്ത പുറത്തു വന്നതോടെ ആഗോള വിപണിയിൽ എണ്ണവില 4% കുറയുകയും ചെയ്തു. ജപ്പാനിലെ ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റമുണ്ടായി. എണ്ണവില കുറയുന്നത് ആഗോളതലത്തിൽ ഊർജ്ജ ചിലവ് കുറക്കാൻ സഹായിക്കുമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുമായുള്ള ഉടമ്പടി പൂർത്തിയായി. ഹോർമുസ് കടലിടുക്ക് നികുതിയില്ലാതെ തുറക്കുന്നതിന് ഞാൻ പൂർണ്ണമായി അംഗീകാരം നൽകുന്നു. ഇതിനൊപ്പം അമേരിക്കൻ നാവിക ഉപരോധം ഉടനടി നീക്കം ചെയ്യാനും അംഗീകാരം നൽകുന്നു. ലോകത്തിലെ കപ്പലുകളെ നിങ്ങളുടെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിക്കുക, എണ്ണ ഒഴുകട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഉടനടി അവസാനിപ്പിക്കുകയും 2 മാസത്തിനുള്ളിൽ അന്തിമ ഉടമ്പടിക്കായി ചർച്ചകൾ നടത്തുകയും ചെയ്യുമെന്ന് ഇറാനിയൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസം ഗാരിബാദിയും പറഞ്ഞു. ചർച്ചകൾക്കുള്ള ഭാവി ക്രമീകരണങ്ങൾ നിർണ്ണയിക്കാൻ വെള്ളിയാഴ്ച ഇരു പ്രതിനിധികളും ചർച്ചകൾ നടത്തി. ഈ യുദ്ധം അവസാനിച്ച് ഹോർമുസ് കടലിടുക്ക് തുറന്നതോടെ ഇന്ത്യക്കും ആശ്വസിക്കാം. ഹോർമുസ് കടലിടുക്കിലെ ഉപരോധം ലോകമെമ്പാടും സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പണപ്പെരുപ്പത്തിന് കാരണമായി. കൂടാതെ വളം പോലുള്ള ഉൽപ്പന്നങ്ങളുടെ വിതരണ ശൃംഖലകളും തടസ്സപ്പെടുത്തി. ഇന്ത്യയിൽ പാചകവാതക വിതരണത്തിന് പ്രതിസന്ധി നേരിട്ടു. ഇന്ധനവില ഉയർത്താനും ഇത് കാരണമായി. എന്നാൽ യുദ്ധം അവസാനിച്ചാലും സാധാരണ നിലയിലേക്ക് എത്താൻ മാസങ്ങൾ വേണ്ടിവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപനം എത്തിയെങ്കിലും ഇറാനിലും കാര്യങ്ങൾ അത്രയ്ക്ക് ശാന്തമല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക നിർബന്ധിതരായെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയെ എങ്ങനെ വിശ്വസിക്കും എന്ന ചോദ്യം ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് തന്നെ ഉയരുന്നുണ്ട്. അമേരിക്കയെ വിശ്വസിക്കരുതെന്ന് പറയുന്ന തീവ്ര നിലപാടുകാരായ വിപ്ലവ ഗാർഡുകൾ ഭരണകൂടത്തെ വിമർശിക്കുകയും ചെയ്യുന്നു. എന്തായാലും കരാർ യാഥാർത്ഥ്യമായാൽ അമേരിക്കയിൽ നിന്നും യുദ്ധ നഷ്ടപരിഹാരമായി വമ്പൻ ഫണ്ടുകളാണ് ഇറാന്റെ ഖജനാവിലേക്ക് എത്താൻ പോകുന്നത്. അതിനിടയിൽ ഇറാന് UAE $300 കോടി നൽകുമെന്നും ഖത്തർ വലിയ ഊർജ്ജ കരാറുകൾക്ക് ഒരുങ്ങുന്നു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2 രാജ്യങ്ങളും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുമായുള്ള ധാരണ പൂർത്തിയാകുന്നതോടെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. ഇറാനെ സംബന്ധിച്ച് ഒരു വിജയം തന്നെയാണ്. ഇനി ലോകം മൊത്തം ഇറാന് അവരുടെ എണ്ണ കച്ചവടം ചെയ്യാം എന്നതാണ് ഇറാന്റെ ഏറ്റവും വലിയ നേട്ടം.